PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഈ 9ാം ക്ലാസ്സിലായിട്ട് ഇംഗ്ലീഷ് ആണ് എടുക്കുന്നത്. യൂണിറ്റ് 2 ആണ് എടുക്കുന്നത്, മാറ്റേർണിറ്റി എന്ന പാഠം. ഇറ്റ് വാസ് റിട്ടൺ ബൈ ലിലിക്ക നക്കൂസ്. ലിലിക്ക നക്കൂസ് എഴുതിയ നമ്മൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അല്ലെ. അതുപോലെ തന്നെ വളരെ വിഷമിപ്പിക്കുന്ന നമുക്ക് വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണ്. ആരാണ് ഇവിടുത്തെ നമ്മുടെ ഹീറോ? ആരാണ്? മിക്കാലിയാണ്. മിക്കാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മിക്കാലി is an important character കേട്ടോ. മിക്കാലി he was only a boy of 14 years old ആണ്. 14 വയസ്സുള്ള ഒരു കുട്ടി. പക്ഷെ ആ 14 വയസ്സുള്ള കുട്ടി he bore the burden of a child. ഒരു കുട്ടിയുടെ ഭാരം ചുമന്നുകൊണ്ട്, and it is said that literally that word is correct ആണ്. കാരണം എന്താണ്? he was literally bore that child. ആ കുട്ടീനെ ചുമലിൽ ചുമന്നുകൊണ്ട് നടക്കാണ്. ഇനി ആ കുട്ടിയുടെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞു? എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത? he was always crying because at the time of his birth his mother died. അമ്മ മരിച്ച കുട്ടി ഒരു തുള്ളി പാല് കുടിച്ചില്ല. അന്ന് തുടങ്ങി കരഞ്ഞ കുട്ടി ആകെ കൂടി എന്താണ്? he was sucking his thumb. തള്ളവരിലാണ് ചപ്പി ചപ്പി കുടിച്ചു തീർക്കുന്നത്. ആ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അർമേനിയൻ ക്യാമ്പിൽ ഉണ്ടായിരുന്ന അവനെ അർമേനിയൻസ് അവിടുന്ന് ഓടിപ്പിക്കുകയാണ്. ഓടിപ്പിച്ചു. അവനിപ്പോ ഒരു നഴ്സിംഗ് മദർ ഉണ്ട് എന്ന് കേട്ടിട്ട് അനാറ്റോളിയൻ ക്യാമ്പിലേക്ക് എത്തി. അവിടെ ഒരു അമ്മ അവനെ നോക്കും. അവിടെ ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ ഒരു അമ്മയുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ ആ അമ്മേനെ അന്വേഷിച്ച് അവിടെ ചെന്നു. But what happened? That mother did not give the milk. അല്ലെ, ആ അമ്മ പാല് കൊടുക്കുന്നില്ല. കാരണം ആ കുട്ടീനെ കണ്ടപ്പോ തന്നെ പേടിച്ചിട്ട് ആ എല്ലാ സ്ത്രീകളും പിന്നോട്ട് മാറുകയാണ് ചെയ്തത്. ഇവൻ ആ കുട്ടീനെ കൊണ്ട് അവിടെ നിന്നും പോയി. അവസാനം വിഷമിച്ചിരുന്ന അവനെ a China man. What did the China man do? At first he was fear about that man. അല്ലെ, ഈ മാൻ എന്താണ് അവനോട് ആവശ്യപ്പെട്ടത്? come with him. എന്റെ കൂടെ പോന്നോ എന്ന് പറഞ്ഞപ്പോ അവനൊരിക്കലും ആശ്വാസം തോന്നിയില്ല. അവന് പേടിയാണ് തോന്നിയത്. because he had many stories about the ചൈനീസിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ഈ ഓറിയന്റൽസിനെ കുറിച്ച് കുറെ സ്റ്റോറീസ് കേട്ടതുകൊണ്ട് അവന് ചൈനക്കാരുടെ കൂടെ പോവാൻ പേടിയായിരുന്നു. പക്ഷേ at the second thought, ആദ്യത്തിൽ തന്നെ അവൻ പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ രണ്ടാമത് വീണ്ടും ഒന്ന് ചിന്തിച്ചപ്പോ with the second thought he thought that എന്താണ്, രണ്ടാമത് ചിന്തിച്ചപ്പോ അവൻ എന്താ ചിന്തിച്ചത്? സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലാത്തതിലും കുറച്ചെങ്കിലും, എന്ന് വെച്ചാൽ കുറച്ചുകൂടി കഷ്ടപ്പെട്ടാലും എങ്ങനെയെങ്കിലും അവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കാമെന്ന് വിചാരിച്ച് അവൻ ആ ചൈനാമാന്റെ കൂടെ പോവുകയാണ്. പക്ഷെ ചൈനാമാന്റെ കൂടെ പോയി അവന് നടക്കാൻ പോലും പറ്റുന്നില്ല. ആ കുട്ടീനെ ചുമലിലിട്ട് വളരെ കൂനി ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് പെട്ടെന്ന് അവൻ വീഴാൻ പോയ സമയത്ത് the Chinaman took that child in his hand and he pressed towards him and he take that child. He walked with that child with him. കയ്യിലെ കുട്ടീനെ പിടിച്ച് ചൈനാമാൻ ആണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു they crossed the several empty ലോട്ട്സ് അല്ലെ. ആ കുറെ പറമ്പുകൾ ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത ശൂന്യമായി കിടന്ന തരിശു ഭൂമിയിൽ കൂടെ ഒക്കെ നടന്ന് അവസാനം എവിടെ എത്തി എന്ന് പറഞ്ഞു? ഒരു വീടിന്റെ മുമ്പിൽ അല്ലെ. അവിടെ ചെന്ന് അയാള് he stopped before the door. പേജ് നമ്പർ 46 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. he stopped before the door. ആ ഡോറിന്റെ മുൻപിൽ നിന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ചെന്ന വഴിക്ക് കോളിംഗ് ബെൽ അടിക്കും അല്ലെ. ഒരു വീടിന്റെ മുൻപിൽ ചെന്നാൽ കോളിംഗ് ബെൽ അടിച്ച ആളെ വിളിക്കും ഇല്ലേ. പക്ഷെ ഈ ചൈനക്കാരൻ എങ്ങനെയാണ് ആ വീട്ടിൽ ചെന്നപ്പോ എന്താ ചെയ്തത്? he clapped his hand twice. ക്ലാപ്പ് ചെയ്തു, കൈ കൊട്ടി. 2 പ്രാവശ്യം അവനിങ്ങനെ കൈ കൊട്ടുകയാണ്. അകത്തുനിന്നുള്ള ആളെ വിളിക്കുകയാണ്. a few light step inside. ഉള്ളിൽ നിന്ന് ഒരു പതുക്കെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വെച്ചാൽ ഉറക്കെയുള്ള കാലടി ശബ്ദമല്ല. ഉറക്ക കാലടി ശബ്ദം സ്പീഡിൽ നടന്നു വരുമ്പോൾ ഉറക്ക ഒരു കാലടി ശബ്ദം കേട്ടു. പക്ഷെ പതുക്കെ ഒരു ശബ്ദം കേട്ടു inside. and a tiny person, tiny പൊക്കം കുറഞ്ഞ അല്ലെ ഒരു ചെറിയൊരു മനുഷ്യനാണ് വന്നത്. came to open the door. വാതിൽ വന്ന് തുറന്നത് ഒരു ചെറിയൊരു രൂപമായിരുന്നു. seeing the man, her face reddened. ആരാണ് വന്ന് വാതിൽ തുറന്നത്? ഒരു സ്ത്രീയായിരുന്നു. seeing the man, ഇയാളെ കണ്ടപ്പോ ആ സ്ത്രീയുടെ ഫേസ് ചുവന്ന് തുടുക്കുകയാണ്. ഹാപ്പി സ്മൈൽ, സന്തോഷം കൊണ്ട് മുഖം ചുവന്ന് തുടുത്ത് അവളുടെ മുഖത്ത് ഒരു ചിരി, ഒരു ഹാപ്പി സ്മൈൽ ലിറ്റ് പ്രകാശിച്ചു. മുഖത്തൊരു ചിരി
പ്രകാശിച്ചു. എന്നുവെച്ചാൽ സലിയാനെ കണ്ടപ്പോ തന്നെ സന്തോഷിച്ച് ചിരിച്ച് അവള് നിൽക്കുകയാണ്. ഷീ മെയ്ഡ് എ ബ്രീഫ് കേഴ്സി ടു ദം. അവരുടെ മുൻപില് ഒരു ബ്രീഫ് കേഴ്സി ആചാരം, മര്യാദ. ഒരാള് വീട്ടിൽ വന്ന് ബെല്ലടിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ അയാൾ കൈകൊട്ടി വന്ന വഴിക്ക് ഓൾ പറഞ്ഞ ആതിഥേയ മര്യാദയോടുകൂടി അകത്തേക്ക് കടക്കാൻ പറയാണ്. ആസ് മിക്കാലി റിമെയിൻ ദയർ. പക്ഷെ അയാൾ കടന്നു, ചൈനാമാൻ കടന്നു ചെന്നു. പക്ഷെ മിക്കാലി വാതൊക്കെ തന്നെ നിൽക്കുകയാണ്. As Mikali remained there, hesitatingly rooted to the threshold. Hesitatingly, സംശയത്തോടെ. ഇത് ആരുടെ വീടാന്ന് അവനറിയില്ല. ഇയാൾ അയാളുടെ വീടാന്ന് പറഞ്ഞോ? അയാളൊന്നും പറഞ്ഞില്ല. ഒരു വീടിന്റെ മുൻപിൽ ചെന്നു കൈ കൊട്ടി അവിടെ നിൽക്കുകയാണ്. വിളിച്ചപ്പോ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. അയാൾ വാതില് തുറന്നപ്പോ അയാള് അകത്തേക്ക് കടന്നു. ഇവൻ ആകെ സംശയത്തിൽ നോക്കി നിൽക്കുകയാണ്, ഇത് ആരുടെ വീടാണ് എന്ന്. As Mikali remained there, hesitatingly rooted to the threshold. റൂട്ട് ചെയ്യാൻ ചെന്ന നമ്മൾ പറയില്ലേ വേര് പിടിച്ച് നിൽക്കുക. നമ്മൾ അവിടെ തന്നെ നിൽക്കുമ്പോ നമ്മൾ പറയില്ലേ അവൻ അവിടെ വേര് പിടിച്ച പോലെയാണല്ലോ എന്ന് വെച്ചാൽ നീങ്ങാണ്ട്. റൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഉറപ്പിച്ച്. റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്. ഒരു മരത്തിന് വേര് പിടിച്ചാൽ ആ മരം അവിടുന്ന് അങ്ങോട്ട് നനങ്ങുമോ? ഇല്ല. അപ്പോ ഒരു മനുഷ്യന് റൂട്ടഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇങ്ങനെ തറപ്പിച്ച് നിൽക്കുകയാണ്, അനങ്ങാതെ. അവൻ ത്രഷോൾഡ് കട്ടിലപ്പടിയുടെ അവിടെ, വാതിൽപ്പടിയുടെ അവിടെ നിന്നു. ദ ചൈനാമാൻ സെഡ് ടു ഹിം. ചൈനാമാൻ അവനോട് പറയാണ്, കം ഇൻ ദെൻ, ഡു നോട്ട് ബി അഫ്രൈഡ്, ദിസ് ഈസ് മൈ വൈഫ്. നീ പേടിക്കണ്ട, ഇത് എന്റെ വീടാ, ഇത് എന്റെ വൈഫാണ്, നീ കടന്നു വന്നോളാനായിട്ട്. മിക്കാലി രണ്ടും കൽപ്പിച്ച് മിക്കാലി ഭാഗത്തേക്ക് കടന്നു. മിക്കാലിയുടെ പേടിയൊക്കെ മാറിയിരുന്നു അല്ലെ? മിക്കാലി എന്താ പേടിക്കാതെ? അവൻ പറഞ്ഞെന്താണ്? ഇതിനേക്കാളും വലിയ ആപത്തിന് എനിക്ക് വരാനില്ല, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവൻ അകത്തേക്ക് കടക്കുകയാണ്. മിക്കാലി വെന്റ് ഇൻടു ദ റൂം. rather large it seemed. ഭയങ്കര വലുതായിട്ട് തോന്നി. കാരണം പുറത്തുനിന്ന് കണ്ടപ്പോ ചെറിയൊരു ക്യാബിനാണ് തോന്നിയത്. പക്ഷെ അകത്ത് കടന്നപ്പോ അതിനേക്കാളും വലുതായിട്ട് അവന് തോന്നിയിരുന്നു. ദ യങ് വുമൺ, അതിന് മുൻപ് rather large it seemed, separated in the middle by a colored paper സ്ക്രീൻ. എന്താണ് ഇനി അയാളുടെ വീടിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ. അയാളുടെ വീട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കണ്ടപ്പോ ചെറിയൊരു ക്യാബിൻ, പക്ഷെ ഉള്ളിലേക്ക് കണ്ടപ്പോ അതിനേക്കാളും കുറച്ചും കൂടി ലാർജ് ആണ്. rather large it seemed എന്താ കാണപ്പെട്ടു. rather large കുറച്ച് വലുതുപോലെ കാണപ്പെട്ടു എന്ന്. സെപ്പറേറ്റഡ് ഇത് നമ്മളിപ്പോ വീടുകളിലെ ഫസ്റ്റിലൊരു റൂമാണ്, വലിയ റൂമാണ്, അതൊരു കർട്ടൻ ഇട്ട് മറച്ചിട്ടുണ്ടാവും അല്ലെ? വിസിറ്റിംഗ് റൂം ഡൈനിങ് റൂം അതുപോലെ തന്നെ അവര് മറച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാ മറച്ചിരിക്കുന്നത്? ബൈ എ കളേർഡ് പേപ്പർ സ്ക്രീൻ. എന്ത് വെച്ചിട്ടാണ്? ഒരു കളറിന്റെ പേപ്പർ സ്ക്രീൻ ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. ഇറ്റ് വാസ് ഓൾ സോ ക്ലീൻ ആൻഡ് നീറ്റ്. എങ്ങനെയാണ്? ഇറ്റ് വാസ് ഓൾ സോ ക്ലീൻ, നല്ല വൃത്തിയുള്ളത്, നീറ്റ് ആയിട്ടുള്ള വീടാണ്. ദോ വെരി പുവർ ലുക്കിംഗ്, വളരെ പാവപ്പെട്ട ഒരു വീട്. വെച്ചാൽ വലിയ പൈസ ചെലവുള്ള നല്ല ഡെക്കറേഷൻ ഒന്നല്ല, എന്നാലും നല്ല ഭംഗിയിൽ വൃത്തിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇൻ ദ കോർണർ മൂലയില് ഹി നോട്ടീസ് എ വിക്കർ ക്രാഡിൽ. എന്നാ വിക്കർ ക്രാഡിൽ എന്താ? തൊട്ടില്. വിക്കർ ക്രാഡിൽ ചൂരൽ കൊണ്ടുള്ള ഒരു തൊട്ടില് കണ്ടു. ചൂരലിന്റെ ഇതുകൊണ്ട് തൊട്ടിലുണ്ടാക്കാൻ ചൂരലിന്റെ കസേര കണ്ടിട്ടില്ലേ? ചൂരലിന്റെ മേശ, ചൂരലിന്റെ കസേര, ചെറിയ സ്റ്റൂള്, അതുപോലെ ചൂരലിന്റെ ഒരു തൊട്ടി. എന്നിട്ട് അവനിങ്ങനെ കണ്ടു ആ മൂലയില്. അപ്പോ ആ ലേഡി പറയാണ്, വുമൺ പറയാണ്, ദിസ് ഈസ് മൈ ബേബി, ദാറ്റ് ഈസ് മൈ ബേബി, അത് എന്റെ കുട്ടിയാണ്. സെഡ് ദ യങ് വുമൺ കോക്കിംഗ് ഹെർ ഹെഡ്. കോക്കിംഗ് നീട്ടി, തലയിങ്ങനെ നീട്ടിയിട്ട് പറയാണ്, ദേ ആക്കെടുക്കുന്നത് എന്റെ മകനാണ് കേട്ടോ എന്ന്. കോക്കിംഗ് ഹെർ ഹെഡ് ഗ്രേഷ്യസ്ലി ടു വൺ സൈഡ് ആൻഡ് സ്മൈലിംഗ് അറ്റ് ഹിം. എന്നിട്ട് ഇവനെ നോക്കി ചിരിച്ചു. അത് എന്റെ മകൻ. ഇവൻ ആ തൊട്ടി കണ്ട് നോക്കിയപ്പോ ഇവനോട് പറയണേ, അത് എന്റെ മകനാ തൊട്ടിയിൽ കിടക്കണേ എന്ന് പറഞ്ഞ് ഇവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറയണേ, എന്റെ മകൻ എങ്ങനെയാണ്? ഹി വാസ് വെരി ടൈനി, ചെറുതാണ്, ആൻഡ് വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്റെ മകനെ കാണാൻ. കമൻസി, നീ ഒന്ന് വന്ന് നോക്കിയൊക്കെ, എന്റെ മകനെ ഒന്ന് കാണ്, അവൻ ചെറുതാണ്, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, ഒന്ന് വന്ന് കാണാൻ പറയാണ്. മിക്കാലി ബെൻഡ. മിക്കാലിന്റെ കയ്യിൽ കുട്ടിയുണ്ടോ? കുട്ടി ആരുടെ കയ്യിലാ? ചൈനാമാന്റെ കയ്യിലാണ്. അപ്പൊ മിക്കാലി അവിടെ എഴുന്നേറ്റു, ക്ലോസ് അടുത്തേക്ക് ചെന്നു, ആൻഡ് സൈലന്റ്ലി അഡ്മയർഡ് ഇറ്റ്. സൈലന്റ്ലി, ഉറക്ക പറഞ്ഞില്ല. നമ്മൾ ഏതെങ്കിലും കുട്ടീനെ ചെന്ന് കാണാൻ ചെല്ലുമ്പോ ആ കുട്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നല്ലതാ അങ്ങനെ പറയോ? നമ്മള് മിണ്ടാതിരിക്കലോ? അവൻ സൈലന്റ് ആയിട്ട് ആ കുട്ടീനെ അഡ്മയർ ചെയ്തു. നല്ല കുട്ടിയായിട്ട് അവന് തോന്നി. ചബ്ബി ബേബി. അവന് എന്താ തോന്നിയ കുട്ടീനെ കുറിച്ച്? ആ കുട്ടി ഒരു ചബ്ബി ബേബി, ചബ്ബി നല്ല തുടുത്തുടുത്തെടുത്ത കുട്ടി. ബട്ട് നമുക്ക് നല്ല ഇഷ്ടം തോന്നുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബേബി. ബട്ട് ലേറ്റ്ലി
out of the darkness of the maternal body, slept peacefully. But lately, out of the darkness of the maternal body എന്താ? maternal മാതൃത്വം, മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ് എന്താണ്? ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ്, അമ്മയുടെ വയറിന്റെ ഉള്ളിൽ, ആ ഇരുട്ടിന്റെ ഉള്ളില് അവിടെ നിന്ന് പുറത്തു വന്നിട്ട് അധികം കാലമായിട്ടില്ല. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ മീനിങ്? ജനിച്ചിട്ട് അധികം കാലമാകാത്ത കുട്ടി, എന്ന് വെച്ചാൽ ചെറിയ കുട്ടി. ആ കുട്ടി ജനിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഡാർക്ക്നെസ്സിൽ നിന്ന് പുറത്തു വന്നിട്ട് അധികം ദിവസമാകാത്ത കുട്ടി. But lately, out of the darkness of the maternal body, slept peacefully, സമാധാനത്തോടുകൂടി, വളരെ ശാന്തതയോടുകൂടി ആ കുട്ടി നിൽക്കുകയാണ്. covered with a gold brocade cloth. ഇനി ആ കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ് എങ്ങനെയാണ്? ഗോൾഡ് ബ്രൊക്കേഡ്, കസവിന്റെ അരികത്ത് ഗോൾഡ് ബ്രൊക്കേഡ്, അരികത്ത് കസവൊക്കെ ഉള്ള ഡ്രസ്സാണ്. ലൈക്ക് എ ലിറ്റിൽ കിങ്, ചെറിയൊരു രാജാവിനെ പോലെ, ഒരു രാജാവിനെ പോലെ ഇവര് തോന്നുകയാണ്. ആ കുട്ടി നല്ല ഭാഗ്യമുള്ള കുട്ടി, നല്ല ചബ്ബി ആയിട്ടുള്ള, തുടുത്ത നല്ല ക്യൂട്ടായിട്ടുള്ള ആ കുട്ടി, പ്രസവിച്ചിട്ട് അധികം കാലമായിട്ടില്ല, ജനിച്ചിട്ട് അധികം ദിവസമാകാത്ത ആ കുട്ടി സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങണം. Then the husband called his wife. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ക്യാരക്ടർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരാണ്? ചൈന മാന്റെ വൈഫ്. എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്കാലിന്റെ ക്യാരക്ടർ സ്കെച്ച്, ചൈന മാന്റെ ക്യാരക്ടർ സ്കെച്ച്, പിന്നെ ചൈന മാന്റെ വൈഫിന്, മൂന്ന് ഞാൻ എഴുതി തരാം കേട്ടോ. അതിന്റെ മൂന്നിനും നമുക്ക് പഠിക്കാം ഓരോ ദിവസമായിട്ട്. Then the husband called his wife over. ആ ഹസ്ബൻഡ് അയാളുടെ ഭാര്യനെ വിളിച്ചു. ആരാ? ചൈന മാൻ അയാളുടെ വൈഫിനെ വിളിച്ചിട്ട് പറയാണ്, he told her to sit, അവിടെ ഇരിക്കാൻ പറഞ്ഞു അവളോട് വന്നിട്ട്, on the straw mat. സ്ട്രോ വൈക്കോലാണ്. സ്ട്രോ മാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽപ്പായ. ഈ പുൽപ്പായ ഇട്ടിട്ട് പറഞ്ഞു, അവളോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും. അയാളുടെ കയ്യിൽ കൊച്ചുണ്ട് കേട്ടോ. ആരുടെ കുട്ടിയാ? മിക്കാലിയുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടി. മിക്കാലിയുടെ ബ്രദറാണ് അയാളുടെ കയ്യില്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇവളോട് പറഞ്ഞു, നീ ഇവിടെ വന്നിരിക്കി, ആ പായയിൽ വന്നിരിക്കാൻ പറഞ്ഞു. വിതൗട്ട് എ വേർഡ്, നല്ല അനുസരണയുള്ള ഭാര്യ, വിതൗട്ട് എ വേർഡ്, ഒരു വാക്ക് പോലും പറയാതെ he sat down on her lap. അവൻ പറഞ്ഞതേ അവള് വന്ന് ഇരുന്നപ്പോ വിത്തൗട്ട് എ വേർഡ്, ഒരു വാക്ക് പോലും പറയാതെ അയാൾ എന്ത് ചെയ്തു? അവളോട് ഒന്നും പറയുന്നില്ല. അവളോട് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അനുസരണയുള്ള ഭാര്യ ഇരുന്നു. ഇരുന്ന വഴിക്ക് അവളുടെ മടിയിലേക്ക് ആ കുട്ടിയെ വെച്ചു കൊടുക്കുകയാണ്. he sat down on her lap. ലാപ്പിൽ set down വെച്ചു കൊടുത്തു. അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. on her lap the little famished one. എന്താ ലിറ്റിൽ ഫാമിഷ്ഡ് വൺ? ഫാമിഷ്ഡ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫാമിഷ് സ്റ്റേറ്റിനെ കുറിച്ച് ആ കുട്ടിക്ക് അറിയായിരുന്നു. ഹംഗ്രി സ്റ്റേറ്റ്, വിശന്ന് കരയുന്ന കുട്ടിനെ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. എന്തിനാ? അവൻ പാല് കൊടുക്കാനായിട്ട്. ബോവിങ് ഡീപ്ലി ബിഫോർ ഹർ, കുനിഞ്ഞിട്ട് അവനെ താഴെയിരിക്കല്ലേ, താഴെ അവളോട് പുൽപ്പായി ഇട്ടിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന അവളുടെ മടിയിലേക്ക് ബോവിങ്, കുനിഞ്ഞു, ഡീപ്ലി, കുറെ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഈ കുട്ടീനെയും കൊണ്ട് കുനിഞ്ഞ് അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ദ വുമൺ ലീൻ ഓവർ വിത്ത് astonishment. ആ സമയത്താണ് ആ കുട്ടീനെ ആ സ്ത്രീ ഒന്ന് നോക്കുകയാണ്. ലീൻ ഓവർ വിത്ത് astonishment, സർപ്രൈസ്, അത്ഭുതത്തോടുകൂടി നോക്കി. ആൻഡ് ഡ്രോ ബാക്ക് ദ കവറിംഗ് ഇൻ, ആ കവറിംഗ് വലിച്ച് ഡ്രോ ബാക്ക് ചെയ്തു, മാറ്റി. ആ തുണിസഞ്ചിയുടെ ഉള്ളിലല്ലേ, അപ്പൊ അതിൽ നിന്ന് മാറ്റി. ഇൻ വിച്ച് ദ ചൈൽഡ് വാസ് റാപ്ഡ്, ചൈൽഡിനെ റാപ്പ് ചെയ്യാൻ പൊതിഞ്ഞിരുന്ന ആ തുണിസഞ്ചി ഒന്ന് അഴിച്ച് അവൾ ആ കുട്ടീനെ നോക്കി. ഇറ്റ് അപ്പിയർഡ് ടു ഹർ ഇൻ ഓൾ ഇറ്റ്സ് സ്കെൽട്ടോണിക് ഹൊറർ. സ്കെൽട്ടൻ, അസ്ഥി, ഒരു അസ്ഥിയുടെ ഒരു ഭീകര രൂപമായിട്ട് അവൾക്ക് തോന്നുകയാണ്. ഷീ ഗേവ് എ ക്രൈ. അതിനെ കണ്ടതേ അവള് കരഞ്ഞു. പക്ഷെ ആ കരച്ചിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മുടെ അനാറ്റോളിയൻ ക്യാമ്പിൽ ചെന്നപ്പോ അവിടെയും ആ സ്ത്രീ പാല് കൊടുക്കാൻ തയ്യാറായിരുന്നു, അല്ലെ? പാല് കൊടുക്കാൻ തയ്യാറായി വന്ന ആ സ്ത്രീ കുട്ടീനെ കണ്ടത് ആ കരച്ചില്, ആ സ്ത്രീ കരഞ്ഞ കരച്ചിലും ഇവിടെ ഈ സ്ത്രീ കരഞ്ഞ കരച്ചിലും രണ്ടും കമ്പാരിസൺ വരും കേട്ടോ. വാട്ട് വാസ് ദ ഡിഫറൻസ്? അന്ന് അവര് കരഞ്ഞ കരച്ചിൽ എന്തായിരുന്നു? അനാറ്റോളിയൻ ക്യാമ്പിൽ ആ സ്ത്രീ കരഞ്ഞ് പേടിച്ച് വെറുപ്പോടുകൂടിയാണ് കരഞ്ഞ് പിന്നോട്ട് പോയത്, അല്ലെ? ആ രൂപം കണ്ട് പേടിച്ച് ഒട്ടും ഇഷ്ടം തോന്നിയില്ല. ഒരു വെറുപ്പോടുകൂടി മാറിപ്പോയി അവനവിടുന്ന് ഓടിപ്പിക്കുക ചെയ്യും ഈ ഭീകര ജീവിനെ. എന്ന് വെച്ചാൽ മനുഷ്യനായിട്ട് പോലും സങ്കല്പിക്കാൻ പറ്റാത്തൊരു രൂപം ആ കുട്ടിയുടെ, അല്ലെ? ആ രൂപത്തിനെ
അങ്ങനെയുള്ള അസ്ഥിപഞ്ചരം പോലെ നിൽക്കുന്ന ആ കുട്ടിയുടെ രൂപത്തിന് പാല് കൊടുക്കാൻ ആ അമ്മ അന്ന് തയ്യാറായില്ല. പക്ഷെ ഈ അമ്മ എന്നുവെച്ചാ ചൈനാമാന്റെ വൈഫ് ഈ കുട്ടീനെ കണ്ടപ്പോ അവളും കരഞ്ഞു. പോലെ ചിരിച്ചിട്ടല്ല അവള് ചെയ്തത്, ആ കുട്ടീനെ കണ്ടപ്പോ അവൾ കരഞ്ഞു. പക്ഷെ ആ കരച്ചിൽ എന്താ കരച്ചിലായിരുന്നു? വെറുപ്പിന്റെ കരച്ചിലല്ലായിരുന്നു, സിമ്പതിയുടെ, ദയ തോന്നിയിട്ടുള്ളത്, ക്രൈ ഓഫ് ഇമ്മൻസ് പിറ്റി. അനുകമ്പയുടെ കരച്ചില്. ഓ പാവം കുട്ടി, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ദരിദ്രാവസ്ഥ, ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നുള്ള അനുകമ്പയുടെ കരച്ചിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന്. ഇമ്മൻസ് പിറ്റി. അപ്പൊ രണ്ട് ഡിഫറൻസ് കിട്ടിയോ കരച്ചിലിന്റെ? അന്ന് അനാറ്റോളിയൻ ക്യാമ്പിൽ ആ സ്ത്രീ കരഞ്ഞതും ഇവിടെ ചൈനാമാന്റെ വൈഫ്, രണ്ട് അമ്മമാരാണ് പാല് കൊടുക്കാൻ തയ്യാറായി വന്ന രണ്ട് അമ്മമാരും കരഞ്ഞു. പക്ഷെ രണ്ടമ്മമാരുടെ കരച്ചിലിന്റെ വ്യത്യാസം, ഈ സ്ത്രീ കരഞ്ഞത് ഇമ്മൻസ് പിറ്റി ആയിരുന്നു, ദയ തോന്നിയിട്ടാണ്. Then press the babe to her heart. അവളുടെ ഹൃദയത്തിനോട് ചേർത്ത് അമർത്തി പിടിച്ചു, ആ കുട്ടീനെ മാറിടത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് giving it the breast, അതിന് പാല് കൊടുക്കുകയാണ് ചെയ്തത് അമ്മ. എനാറ്റോളിയൻ ക്യാമ്പിലെ സ്ത്രീ ഓടിച്ച് പേടിച്ചിട്ട് അത് ഓടിപ്പോയി ഇവനെ ഓടിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. പക്ഷെ ഇവിടെ ഈ അമ്മ ആ കുട്ടീനെ കണ്ടപ്പോ ദയ തോന്നി, കരച്ചിൽ തോന്നി, വിഷമം തോന്നി, ആ കുട്ടിയെ മാറോട് ചേർത്ത് ആ അമ്മ പാല് കൊടുക്കുകയാണ്. Then with a gesture ആംഗ്യം കാണിക്കുകയാണ് ഓഫ് മോഡസ്റ്റി, വിനയത്തിന്റെ, മര്യാദയുടെ ആർത്താണ്. ഷീ ബ്രോട്ട് ഫോർവേഡ് എ ഫ്ലാപ്പ് ഓഫ് ഹർ റോബ്. എന്താണ്? അവളുടെ സാരിയുടെ ഒരു തുമ്പെടുത്ത് അവളിങ്ങനെ മേത്തേക്ക് വിട്ട് മൂടുകയാണ്. ആ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ആരും കാണാൻ വേണ്ടി അവരുടെ മര്യാദ പൂർവ്വം അവള് ആ തുണി കൊണ്ട് എടുത്ത് മറച്ചു. ഓവർ ദ മിൽക്ക് സ്വോളൻ ബ്രസ്റ്റ്, അവളുടെ മിൽക്ക് നിറഞ്ഞു നിൽക്കുന്ന ആ മാറിടത്തിൽ നിന്ന് ആ കുട്ടി പാല് കുടിക്കുന്നത്, അല്ലെങ്കിൽ ആ ബ്രസ്റ്റ് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി ഒരു സാരി തുമ്പിന്റെ ഒരു അറ്റമെടുത്ത് അവള് മൂടിയിടുകയാണ്. ആൻഡ് ദ പുവർ, പാവം, ഗ്ലട്ടനേഴ്സ് ഇൻഫന്റ്. എന്താ ഗ്ലട്ടനേഴ്സ്? ആർത്തിയോടുകൂടി, ജീവിതത്തിൽ ഇന്ന് വരെ പാല് കിട്ടാത്ത കുട്ടി പാല് കിട്ടിയപ്പോ ഗ്ലട്ടനസ് ആർത്തിയോടുകൂടി സക്ലിംഗ് ദയ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിക്കാലിയുടെ കരച്ചില്, മിക്കാലിയുടെ ദുഃഖം അവിടെ അവസാനിക്കുകയാണ്. ആ കുട്ടിക്ക് പാല് ആ ചൈനാമാന്റെ വൈഫ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. സ്നേഹത്തിന്റെ, എങ്ങനെയാണ് ആ കുട്ടിക്ക് സ്നേഹം കിട്ടിയത്? പാലിന്റെ രൂപത്തിലാണ് കുട്ടിക്ക് സ്നേഹം കിട്ടിയത്, അല്ലെ? പാല് കുടിക്കാനില്ലാതെ വിഷമിക്കുന്ന ആ കുട്ടിക്ക് പാല് കൊടുത്തത് ആ ചൈനാമാന്റെ വൈഫായിരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് അതിൽ പഠിക്കണം. മിക്കാലി, ചൈനാമാൻ, അത് കഴിഞ്ഞ ചൈനാമാന്റെ വൈഫ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ പറയാനായിട്ട് ഉള്ളത്. നമ്മൾ ഈ സ്റ്റോറി അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.